നമസ്കാരം. നാളെ ജൂൺ 18 ബുധനാഴ്ചയാണ്. രാശിപ്രകാരം നാളത്തെ ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഞാൻ ഈ പരാമർശിക്കുന്നതായ നാളുകാർക്ക് നാളത്തെ ദിവസം കൂടുതൽ അനുകൂലമായി തീരാം. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അതേക്കുറിച്ചും അറിയാം. ഏവരും ഒരു നിമിഷം നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമമോ അല്ലെങ്കിൽ ഓം മഹാലക്ഷ്മിയെ നമ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നാളെ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തേടിയെത്തുവാൻ സാധ്യത കൂടുതൽ ഇവർക്കാകുന്നു. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. അഭീഷ്ട ഫലങ്ങൾ ഈ രാശിക്കാർക്ക്, ഈ നാളുകാർക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന വലിയ തടസ്സങ്ങൾ കൂടാതെ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു. കൂടാതെ നേരായ വഴികളിലൂടെ മാത്രമല്ല കുമാർഗങ്ങളിലൂടെയും ആദായം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ജീവിതത്തിന്റെ സ്വാഭാവികമായ താളം നിലനിർത്തുവാൻ സാധിക്കും. വിനോദവും വിശ്രമവും നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. കലാപരമായ കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. പല കാര്യങ്ങളിലും സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രശംസനീയമായി തീരാം. കാരണം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം. സമയനിഷ്ഠ പാലിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. വ്യാപാരികൾക്കും അനുകൂലമായ സമയം തന്നെയാകുന്നു. ആദായം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കുടുംബത്തിലെ അനൈക്യം പരിഹരിക്കുവാനുള്ള വഴികൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. വയോജനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. കച്ചവടവുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കച്ചവടം, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനാഗമം പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ഈ സമയം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില ശുഭവാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തേടി എത്തുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും പരാജയങ്ങൾ, വിഷമങ്ങൾ നേരിടുന്നു എങ്കിൽ പോലും അതിൽ അല്പമൊന്ന് മാറ്റം വരുന്ന സമയം കൂടിയാണ് ഇന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നതും നിങ്ങളുടെ പേരിൽ ഭാഗ്യസൂക്തം നടത്തി പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നതിന് സഹായകരമായി തീരും. പ്രത്യേകിച്ചും മഹാവിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാൻ സഹായകരമായി തീരും. മറ്റൊരു രാശി മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലും സങ്കീർണമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്ന ദിവസമായി മാറാം. എന്നാൽ അനുഭവ ജ്ഞാനത്തിന്റെ പിൻബലത്തിൽ അത് സമവായത്തിൽ എത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആത്മധൈര്യം പ്രശംസിക്കപ്പെടുന്ന ഒരു ദിവസമായി തീരാം. പരിഭവങ്ങൾ പറഞ്ഞു തീർക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി മാറാവുന്നതുമാണ്. വിരോധം മനസ്സിൽ കയറി പറ്റിക്കൂടുവാൻ അനുവദിക്കാത്തതായ ഒരു ദിവസമായി മാറാം. കൂടാതെ ഇന്നേ ദിവസം അല്പമൊന്ന് അലച്ചിൽ നേരിടേണ്ടതായി വരാം. ധനവരവ് മോശമാകില്ല എന്ന കാര്യവും ഓർക്കണം. ന്യായമായ പല ആവശ്യങ്ങളുമുണ്ട്. അത്തരം ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല വിധത്തിലും മനസ്സിൽ ആശങ്കകൾ നിങ്ങൾക്കുണ്ട്. ആ ആശങ്കകൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ ഒരു ദിവസം കൂടിയാകുന്നു. കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പരുഷമായി പെരുമാറേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. എങ്കിലും അത് നിങ്ങൾക്ക് രമ്യതയിൽ പരിഹരിക്കുവാൻ സാധിക്കും. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തർക്കങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കുകയോ വാർത്തകൾ കേൾക്കുകയോ ചെയ്യാവുന്നതാണ്. ശുഭവാർത്തകൾ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ചെയ്യുന്നതായ ഏതൊരു പ്രവൃത്തിയിലും കരുതൽ വേണ്ട ഒരു ദിവസം കൂടിയാകുന്നു.
പ്രത്യേകിച്ചും ഇന്നേ ദിവസം വിഷ്ണു ക്ഷേത്രങ്ങളിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നതും തുളസിമാല ഭഗവാന് ചാർത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം നെയ്വിളക്ക് കൂടി ഭഗവാന് നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമായി തീരും. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല, അമിതമായി ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ആരോഗ്യ കാര്യങ്ങളിലും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായി തീരും. കൂടാതെ ഇന്നേ ദിവസം ഗുണകരമായ മാറ്റങ്ങൾ, ഗുണകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാകുന്നു. പല കാര്യങ്ങളിലും ഏകാഗ്രതയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാകുന്നു. വായ്പകൾക്കായുള്ള ശ്രമങ്ങൾ വിജയം കാണാം. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ആഗ്രഹിക്കുന്ന ഭക്ഷണം ലഭിക്കാം. കൂടാതെ ഇന്നേ ദിവസം ചെയ്യുന്നതായ പ്രവൃത്തികളിൽ എല്ലാം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുന്നതിലൂടെ ഗുണകരമായ മാറ്റങ്ങൾ നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ധനപരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്നതായ ചില പ്രവൃത്തികൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഭവനത്തിൽ നിലനിൽക്കുന്നതായ പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വാശി മുതലായ കാര്യങ്ങൾ ഇന്നേ ദിവസം ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് കൂടുതൽ ശുഭം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പല വിധത്തിലും തിരിച്ചടികൾക്ക് കാരണമായി തീരാം. ചെലവ് നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്നാൽ അത് മറക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. കൂടാതെ പല കാര്യങ്ങളിലും സജീവമായി തീരാവുന്നതാണ്. കൂടാതെ ഇന്നേ ദിവസം ആഗ്രഹിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് ലഭിക്കുക, അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ വീടുകളിലേക്ക് നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുന്ന സമയം കൂടിയാക്കുന്നു. മറ്റുള്ളവരുടെ സേവനങ്ങൾ, സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് സഹായം ലഭിക്കാവുന്നതാകുന്നു. ഗുണകരമായ മാറ്റങ്ങൾ കടന്നു വരുന്ന ഒരു സമയമാകുന്നു. കൂടാതെ ഈ സമയം ഇന്നേ ദിവസം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. ഏൽപ്പിച്ചതായ ദൗത്യങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. എന്നിരുന്നാലും ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാകുന്നു. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ വാർത്തകൾ തേടിയെത്താം. ഗൃഹജീവിതത്തിൽ അനുരഞ്ജനം അനിവാര്യമായി തീരുകയും അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നതാണ് വാസ്തവം. യാത്രകൾ, നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും കൂടാതെ ഇന്നേ ദിവസം ഗുണകരമാകില്ല എന്ന് വിചാരിക്കുന്നതായ കാര്യങ്ങൾ ഗുണകരമായി തീരുകയും ചെയ്യുന്നതായ സമയമാകുന്നു. മനസ്സറിഞ്ഞ് ഇന്നേ ദിവസം ഏതൊരു കാര്യത്തിനായി പ്രവർത്തിക്കുകയാണ് എങ്കിലും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. കൂടാതെ അനുകൂലമായ ഫലങ്ങൾ അത് നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. പലരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. അത് കുടുംബത്തിൻ്റെയോ സന്താനങ്ങളുടെയോ ആവശ്യമാണ് എങ്കിലും അത് നിറവേറ്റുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങൾക്കും ശരിയായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ മുൻകൈ എടുക്കുവാനും സാധ്യത കൂടുതലാകുന്നു. പൊതുവിൽ ഇന്നേ ദിവസം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ കുടുംബ ദേവതയെ ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്നത് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നതായ ഏതൊരു കാര്യവും വിജയത്തിലെത്തിക്കുവാൻ ഇവർക്ക് സാധിക്കും. വ്യാപാരവുമായി ബന്ധപ്പെട്ട് ആദായം വന്നു ചേരാം. അനുകൂലമായ കാര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുക, വാങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. ഇഷ്ടഭക്ഷണം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ അത് കുടുംബത്തിൻ്റെയാണ് എങ്കിലും സന്താനങ്ങളുടേതാണ് എങ്കിലും പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കും. കലാകാരന്മാർക്കും അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്.
ആത്മവിശ്വാസം അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. സുഹൃത്തുക്കളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും പിന്തുണ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. പല തർക്ക പരിഹാരങ്ങളും സംഭവിക്കുന്നതായ ദിവസമായി തന്നെ മാറാം. ചില തെറ്റിദ്ധാരണകൾ മാറുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചില കാര്യങ്ങളിൽ കർശനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായി വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വരുമാനം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ചില പ്രവൃത്തികൾ ഇന്നേ ദിവസം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ അല്പമൊന്ന് പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സാമ്പത്തിക മെച്ചം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതിനോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരാം. അത് കുടുംബവുമായി ബന്ധപ്പെട്ടുമാകാം. കുടുംബത്തിലെ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നതായ അവ്യക്തത ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനം പല വഴികളിലൂടെയും ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാകുന്നു. ഇന്നേ ദിവസം പ്രത്യേകിച്ചും മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സാക്ഷാൽ മഹാവിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നതും കൂടുതൽ ശുഭകരമായി ഭവിക്കും. ഇന്നേ ദിവസം ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ രാശിക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ദിവസം തന്നെയാകുന്നു.